ഞാനിന്ന് വീട്ടിലോട്ട് പോവാ. ഇന്നല്ല പോകുന്നത്. ഇന്ന് തിരിക്കാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോണത്. ഇവിടെ വിട്ട് പോകാനും എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്താ അറിയില്ല. ലൈക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയ മാതിരി. ഒരു വീട്ടിൽ നിന്ന് വിട്ട് പോകുന്ന മാതിരി. ഇപ്പം തന്നെ ഞാൻ ഫുൾ ക്ലീനാക്കി ഞാനും എൻ്റെ റൂംമേറ്റ് ആദ്യമേ പോയി. ഇന്നലെ തന്നെ പോയി. ഫുൾ നമ്മൾ എംപ്റ്റി ചെയ്തിട്ട് പോകുന്ന മാതിരി. അപ്പോൾ ലൈക്ക് കോളേജ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് പോണ മാതിരിയൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് പോകാനും എക്സൈറ്റഡാ. യാ നമ്മൾ ആക്ച്വലി 1:45 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. വേറൊരാളും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും 1:45 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. ആൻഡ് സമയം ഇപ്പം 1:05. എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ എല്ലാവരോടും പോകാമെന്ന് പറയണം. ശരിക്കും കോളേജെല്ലാം ശരിക്കും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് പോകുന്ന മാതിരിയുണ്ട്. കുറേ ആയിട്ട് വീട്ടിലേക്ക് പോയിട്ടുമുണ്ട്. വീട്ടിലേക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. യാ പക്ഷെ ഇപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോയി. അത്ര ഇല്ലായിരുന്നു, നേരത്തെ അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷെ വീട്ടിലേക്ക് പോവാണ്. 1 മന്ത് വീട്ടിൽ നിൽക്കാം. യാ ഇവിടെ വിട്ട് പോകാനും നല്ല സങ്കടമുണ്ട്. യെസ്. Bye, Alicia. Bye, Alicia. ഹായ്. 3600. ഞാൻ വീട്ടിലോട്ട് വരുന്ന കാര്യം എൻ്റെ ബ്രദറിന് മാത്രമേ അറിയുള്ളൂ. അച്ഛനോടും അമ്മേനോടും നെക്സ്റ്റ് ഡേ വരുന്ന പറഞ്ഞേ. ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് കയറി മലാപ്പറമ്പിലേക്ക് ഏട്ടൻ വിളിക്കാൻ വന്ന്. നമ്മളവിടെ റോഡെല്ലാം പൊളിച്ചിട്ടുകൊണ്ട് എന്നെ കുറച്ച് മാറിയിട്ട് ഇറക്കി തന്നത്. അച്ഛൻ വീട്ടിൻ്റെ മുന്നിൽ കൂടെ നടക്കുന്നുണ്ടെന്ന് ഓൻ ആദ്യം വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി. ഹലോ. നാളെ വരുള്ളൂ എങ്ങനെയാണ് എൻ്റെ സർപ്രൈസ്? എനിക്കറിയോ എവിടെ ഇറങ്ങി എന്നെ കൊണ്ടാക്കാൻ ആൾക്കാർ വന്നു. ആകാശ്. ആകാശോ? ആ ആകാശ് അവിടെ ഇറക്കി എന്നെ അവിടെ മേലെ. വരൂ വരൂ. എന്താ ഒരു വികാരമില്ലാത്ത കണ്ണ് തന്നെ കാണുന്നില്ല. അല്ല ഇയ്യല്ലേ പറഞ്ഞേ ഇതില് വരുള്ളൂന്ന്. സർപ്രൈസ്. സർപ്രൈസ്. അപ്പൊ അച്ഛനെ വിളിച്ചേ ഇല്ല. ആകാശ് എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ വിചാരിച്ചു നാളെ വരുള്ളൂ എന്നിട്ട് റൂം കഴിഞ്ഞാ പോരേന്ന്. ഈയടാ. ഈ വരവിന് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര വികാരമായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും മെമ്മറീസ് എല്ലാം കളക്ട് ചെയ്യുന്ന മാതിരി. ഇനി എപ്പോഴാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കും. പറയുമ്പോൾ ഞാൻ അത്ര ദൂരത്ത് പോലും അല്ല. ലഞ്ചിന് ഇന്ന് ബിരിയാണി ആയിരുന്നു. രാത്രി പറയാണ്ട് വന്നോണ്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു. ഇതൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പനി വരുന്ന പോലെ തോന്നിയോണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു അമ്മമ്മേൻ്റെ അടുത്തേക്ക്. കുറച്ച് അധികം എക്സൈറ്റഡ് ആയിരുന്നു ഗംഗമ്മമ്മേനെ കാണാനായിട്ട്. ഹായ്, ഞാൻ ഇവിടെ എത്തിയത് അറിയോ? പറഞ്ഞോ? എന്റെ ഹെയർ സ്റ്റൈൽ നോക്കി. എന്റെ റൂമിൽ കുട്ടി വെട്ടിയതാ. ഒന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് മുറിക്കാൻ പറഞ്ഞത്. ഇത്രയും മുറിച്ച് വളർന്നോളും. വളരെ അതും ഇങ്ങനെയാ വെട്ടിയേ.
ഇങ്ങനെ പിന്നെ കുത്തനെ എന്താക്കി ഒന്നും ആക്കിയില്ലേ, വളർന്നിട്ട് കാണാം ഷേപ്പൊക്കെ കാണിച്ചു. ഉണ്ടോ. ഇതല്ലേ ഉച്ചക്ക് ഞാൻ അവിടുന്നാ കഴിച്ചേ. വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇറങ്ങേണ്ടി വന്ന്. അവിടെ പോയി വന്നപ്പോൾ മനസ്സങ്ങ് നിറഞ്ഞു. നമ്മളെ ചുറ്റിലുള്ളവർ ഹാപ്പി ആവുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവൂലേ? അത്രേ ഉള്ളൂ.